ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്. നല്ല തമ്പുരാനെ, ഈ സായന്തനത്തിൽ ഇതായി ബലിപീഠത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളുമുള്ളതുമൊക്കെ ബലിപീഠത്തിൽ എളിയ കാഴ്ചകളായിട്ട് സമർപ്പിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളെ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ ഇടവക വിശുദ്ധ ഔസേപ്പിതാവിനാൽ പ്രതിഷ്ഠിതമായപ്പോൾ ഈ വർഷം പ്രത്യേകമായിട്ട് ഔസേപ്പിതാവിൻ്റെ നാമത്തിന് ഞങ്ങളെയൊക്കെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ഔസേപ്പിതാവിൻ്റെ ജീവിത വിശുദ്ധി മാതൃക ഞങ്ങൾക്ക് വെല്ലുവിളിയാകട്ടെ. നല്ല തമ്പുരാനെ, ഈ ബലി ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ഒരു ദിവസത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞുള്ള ക്ഷീണമൊക്കെയാണ്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പല വിചാരങ്ങളൊന്നും കൂടാതെ നിൽക്കുക, ക്ഷീണമൊന്നും കൂടാതെ നിൽക്കുക, പ്രാർത്ഥനകളൊക്കെ ഉറക്കെ ചെല്ലുക, പാട്ടുകൾ ഉറക്കെ പാടുക, ഒരു കുറവും കൂടാതെ ഈ മണിക്കൂറിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ബലിയർപ്പണ സമയം മുഴുവൻ അമ്മ ഞങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാൾ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥത്തോടെ പറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞ് നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെങ്ങും സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളമെന്നാൽ കണ്ട് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമാണ് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂട് നിൽക്കുന്ന ആ സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കരുണയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ നീക്കും. പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന ആവർത്തേനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതൃകനും ബലവാനമർത്തുന്ന കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര നീക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. വിശുദ്ധ യൗസേപ്പാദം തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ
നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദീപികളാൽ ഹല്ലേലൂയ ദീപികളാൽ വിശുദ്ധയോസേനാഥൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലുടരുന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവനായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, 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 ജീവനായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം
നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി ഇന്ന് കർത്താവ് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവന്റെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുന്നതിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസന്റെയും പാപയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. ഞങ്ങളെ പരിസ്ഥിതി പിതാവുമായ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും ആദ്യോപതാധ്യക്ഷമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമർത്താ പോലത്തെയും ഞങ്ങളുടെ പിതാക്കന്മാരായ മാർ ആന്റണി കരീം മെത്രാനും മറ്റു മെത്രാന്മാരെ അനുഗ്രഹിക്കണമെന്ന്. യോഹന്നാനിൽ നിന്ന് മാംസം സ്വീകരിച്ചുകൊണ്ട് സകലനീതിയും പൂർത്തിയാക്കിയ മിശിഹായെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്രസ്നേഹത്തിന്റെ അരൂപിയിൽ അയൽക്കാരെ സ്നേഹിക്കാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ സഭാംഗങ്ങളും ഒന്നായി തീരുമാനമാക്കണമെന്ന്. എന്റെ മുന്നോടിയായി യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിചയ മാതൃകമായി അനുഗ്രഹിക്കണമെന്ന്. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാരംഭത്തിനും ബെസ്റ്റാൻമാനും സമർപ്പിക്കാം. ബലവാനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപുരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതൃകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ചികണമായ ജനം മുഴുവൻ്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസ്മൃതി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകഴിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളെയും മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ.
പൂർണ്ണമായും നൽകുവാൻ മനസ്സു നൽകണേ ദൈവമേ. പൂർണ്ണമായും നൽകുവാൻ മനസ്സു നൽകണേ ദൈവമേ. കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം വരദാനവും സ്വീകരിക്കണമേ. കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. കാഴ്ചദ്രവ്യങ്ങൾ ആശകൾ പ്രതീക്ഷകൾ ആദിവ്യാധികളും ആശകൾ പ്രതീക്ഷകൾ ആദിവ്യാധികളും കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം വരദാനവും. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ബലിപീഠത്തിൽ തയ്യാറായിരിക്കുന്ന അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം എൻ്റെ തമ്പുരാനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം. എൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും കുടുംബത്തിലെ ചില ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഒപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നത് എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കൂടിയാണ്. ഒത്തിരി സന്തോഷിച്ചും ചിരിച്ചുമൊക്കെ നടക്കുമ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നേറുന്ന നൊമ്പരങ്ങൾ എറിയുന്ന നല്ല തമ്പുരാനെ നിൻ്റെ മുമ്പിൽ ഞാനിതാ എൻ്റെ ഉള്ളും ഉള്ളതും ഒക്കെ സമർപ്പിക്കുകയാണ്. എൻ്റെ എളിയ കാഴ്ചകളായി ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമാതാവാം കന്യാമേരി സ്നേഹമോടൊത്തിട അൾത്താരേ ദിവ്യവല്ലഭനേ വിനയമോടു വാഴ്ത്തിടാം അൾത്താരേ. ഭാരതത്തിൻ സ്ലീഹയാം മാർത്തോമാ സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. ശ്രീകന്മാരെ രക്തസാക്ഷികളെ ശാന്തിഭൂമിയിൽ കൈവരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാം കാന്തി അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ നിത്യശാന്തിയവയവോ നീ നൽകിടേണം. സർവശക്ത താതനാ ദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവകാലഹര സർവശക്തനാഥനാ ദൈവമേ
വിശ്വസിപ്പുമന്യരാം ഞങ്ങളങ്ങയെ. സർവസൃഷ്ടിജാലം തിട്ടു ദൈവമാ സത്യപാദമങ്ങിൽ ആത്മജാതന സൃഷ്ടിയല്ല പുത്രനാശുദൈവജൻ വിശ്വസിക്കുമത്യരാം ഞങ്ങളങ്ങയെ. ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർന്നിഹേ കന്യകാത്മനേ. പീലാത്തോസിൻ വാഴ്ച പിൻപേറ്റവൻ ക്രൂശിലേറി കാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിലും സത്യദൈവസുനുരി മണ്ണിലുത്തിതൻ മഹത്വം പൂർണ്ണശോഭ. സ്വർഗ്ഗമാർവമഹിമയോടെ നിത്യപിതാവേ വലതുഭാഗമാർന്ന വാഴ്വും അനിതകാന്തേ ഒടുവിലെത്തു നീ മഹീയവിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാഴുന്ന സത്യദൈവമാ ജീവനെങ്കിടുന്ന മഹിത പാപനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭ സൈനിക പ്രഭാവമാണു സാർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയായത്തു നിത്യജീവനും ഏറ്റുചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാകും ഏകദൈവമേ വിശ്വസിപ്പുമന്യരാം ഞങ്ങളങ്ങയെ. കർത്താവേ ആശ്രദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യതൃകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസപരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം അങ്ങയോട് ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായി രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വെടി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസം
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവ ദൈവത്തിൻ ബലിയർപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാമങ്ങളും നിറഞ്ഞതേ എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനാങ്ങി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളെ നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാരണി ചേർന്ന് അരൂപികളായിരമായി പാരിന്നധിപതിയെ വാഴ്ത്തിടുന്നിതാ. മാലാഖമാരണി ചേർന്ന് അരൂപികളായിരമായി പാരിന്നധിപതിയെ വാഴ്ത്തിടുന്നിതാ. ഹോശാന 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 അത്യുന്നതങ്ങളിൽ പാടിടുന്നിതാ. കർത്താവായ ദൈവമേ, സ്വർഗീയ അണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങേന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനം നിലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള അമർത്യമാത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ
പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനവതരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്തുതിക്കും
ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സംപ്രീതിയുടെ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധമാമുദീസയുടെ സജീവം ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹിമയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ നിന്റെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വരണമേ. നിന്റെ ദാസരുടെ കുർബാനയിലേക്കു നീ ഇറങ്ങി വരണമേ. ഇതു ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെയും മോചനത്തിനും മരിച്ചവരുടെ അർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും കാരണമാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകനെയും വിസ്മയവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങ് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരായി ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമിൻ്റെ അപരാധങ്ങൾ സദയം നാമറക്കേണമേ.
അറിയുന്നു ഞാൻ പാപങ്ങൾ കാണുന്നു ഞാനവയിൽ മുന്നിൽ അറിയുന്നു ഞാൻ പാപങ്ങൾ കാണുന്നു ഞാനവയിൽ മുന്നിൽ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാവും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തോത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാധേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാണ്ട് ഏറ്റവും അടുത്തൊരുങ്ങുന്ന നിമിഷം നാവിലൂടെ എൻ്റെ ഈശോ കടന്നു വരുന്നത് എൻ്റെ നെഞ്ചിലേക്കാണ്. ആ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ഞാനിതാ എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുകയാണ്. ഈശോ, ഒരു കാലത്ത് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധിയുള്ള വെണ്മയുള്ള തൂവെള്ള നിറമുള്ളൊരു ഹൃദയമായിരുന്നു. എൻ്റെ സ്നേഹമൊക്കെ നിർമ്മലമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. എൻ്റെ ചെയ്തികളിലും പ്രവൃത്തികളിലുമൊക്കെ ആത്മാർത്ഥതയും സത്യസന്ധയും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഞാൻ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരവലയിൽ നിന്ന് അകന്നു പോയത്? ചെന്ന് വീഴുന്നത് മുഴുവൻ തെറ്റിൻ്റെ വഴിയിൽ. ചിന്തകൾ മാറി, ചെയ്തികൾ മാറി, കൂട്ടുകെട്ടുകൾ മാറി, ഉള്ളിലെ നന്മയും വിശുദ്ധിയും ഒക്കെ എപ്പോഴും ഞാൻ അറിയാതെ എനിക്ക് നഷ്ടപ്പെട്ടു. ഈശോയെ, ഇന്നെൻ്റെ ഹൃദയം ആ പഴയ വിശുദ്ധിയുള്ള വെണ്മയുള്ള തൂവെള്ള നിറമുള്ള ഹൃദയമൊന്നുമല്ല. പാപത്തിൻ്റെ മാലിന്യം പിടിച്ച്, തെറ്റിൻ്റെ കറകൾ പിടിച്ച്, അഴുക്ക് പിടിച്ചിരിക്കുന്ന വികൃതമായ മുറിവേറ്റ പിളർക്കപ്പെട്ടൊരു ഹൃദയമാണ് ഈശോ. ആ ഹൃദയമാണ് ഈശോയെ
നിൻ്റെ തിരുഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുക. ആ ഹൃദയത്തിൽ പലരുള്ള ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ക്ഷമിക്കപ്പെടാനാത്ത അവസ്ഥകളുണ്ട്. ജീവിതത്തിലുണ്ടായ ചില തിക്ത അനുഭവങ്ങളുടെ പേറുന്ന നൊമ്പരങ്ങളുണ്ട്. പല രീതിയിൽ വികൃതമായ മുറിവേറ്റൻ്റെ ഹൃദയം ഞാൻ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, നിൻ്റെ ഹൃദയം, തിരുഹൃദയം, അതും പിളർക്കപ്പെട്ട ഹൃദയമാണ്. ആ ഹൃദയം പിളർക്കപ്പെട്ടത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ, ആ ഹൃദയത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഹൃദയം ഇന്ന് മുറിവേറ്റിരിക്കുന്നത്, പിളർക്കപ്പെട്ടത് ഞാൻ തന്നെ ചെയ്തു കിട്ടിയ പാപങ്ങൾ നിമിത്തമാണ്. ഈശോ, എനിക്ക് വേണം ഈശോ. ആദ്യമുണ്ടായിരുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും നിഷ്കളങ്കതയും ഒക്കെ എനിക്ക് തിരിച്ചു വേണം. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചറുത്തുള്ളിയാൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെയുമൊക്കെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ വേദനിപ്പിച്ചപ്പോൾ, എൻ്റെ ഭവനത്തിലുള്ളവർ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരെ വാക്കുകൊണ്ട് പ്രവർത്തികൾ കൊണ്ട് മുറിവേൽപ്പിച്ചപ്പോൾ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കപ്പെട്ടത് നിൻ്റെ ഹൃദയത്തെ തന്നെയാണല്ലോ. ഈശോ, എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എന്നോട് നീ പൊറുക്കണം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ചേർന്ന് പാടാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാൻ നാഥൻ നിത്യം നിറയായ ആത്മാവാ. ചേർന്ന് അപരാധങ്ങൾ നീക്കണമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപുറം ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപര അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടു കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും നീക്കും. ആമേൻ. മിശിഹായുടെ ശരീരം രക്തം കടങ്ങളുടെ പ്രവൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ജലത്താൽ അരിപികളിൽ നാം ഈശ്വരയെ മൗതിക ശക്തി ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തം നമ്മെ പരിപോഷിപ്പിക്കട്ടെ.
ഈശോയേ ദിവ്യകാരുണ്യമാ. ദൈവമാതി തീർത്തൊരാലയ മധ്യദേഹമാം ദേവാലയം ദൈവമൊരുക്കിയ ആദ്യ സക്രാരി തുടിക്കും ഹൃദയമാം സക്രാരി. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യം കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കരുണയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവ മിശിഹാ വഴിയാ ദിവ്യാത്മാവി ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരകൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ തമ്പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും. നിത്യായുസ്സവനേകും ഞാൻ നാഥരുൾ ചെയ്തു. അരുളിപ്പൂലി നീ ബലി പങ്കാളിക്കണ അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെ നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം
കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവര അഗ്നിയും ദൈവം വരനിറച്ചൊരിയട്ടെ കുരിശടയാളം വഴിയാണ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുണ്യവും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ അറിഞ്ഞുകൊള്ളാം.